ഏപ്രിൽ 25 പുറത്തിറങ്ങിയ ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ് റിപ്പോർട്ട് പ്രകാരം 2023 59 രാജ്യങ്ങളിലായി ഏകദേശം 282 ദശലക്ഷം ആളുകൾ കടുത്ത പട്ടിണിയിലാണ്. യുദ്ധത്തിൽ തകർന്ന ഗാസയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി നേരിടുന്നത്. ഭക്ഷ്യസുരക്ഷയിൽ പ്രത്യേകിച്ച് ഗാസ മുനമ്പിലും സുഡാനിലും ഉണ്ടായ കുത്തനെയുള്ള തകർച്ച കാരണം 2022 അപേക്ഷിച്ച് 24 ദശലക്ഷത്തിലധികം ആളുകൾ ഭക്ഷ്യക്ഷാമം നേരിടുന്നുണ്ടെന്ന് UN റിപ്പോർട്ട് പറയുന്നു. ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദഗ്ധർ നിർണയിച്ച പട്ടിണിയുടെ സ്കെയിലിൽ 5 രാജ്യങ്ങളിലായി 7,50,000 പേർ 5ാം ഘട്ടത്തിലാണ്. അതായത് ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന് UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ചീഫ് ഇക്കണോമിസ്റ്റ് മാക്സിമോ ടൊറേറോ പറഞ്ഞു. 2016 ആഗോള റിപ്പോർട്ട് ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്നതും ആ വർഷത്തേക്കാൾ 4 ഇരട്ടിയുമാണ് ഇപ്പോഴത്തെ നില. ക്ഷാമം നേരിടുന്നവരിൽ 80% അതായത് 5,77,000 ആളുകൾ ഗാസയിലാണ്. ദക്ഷിണ സുഡാൻ, ബുർക്കിന ഫാസോ, സൊമാലിയ, മാലി എന്നിവിടങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലാണ്. റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈയോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം 7ാം മാസത്തിലെത്തിയ ഗാസയിൽ ഏകദേശം 1.1 ദശലക്ഷം ആളുകളും ദക്ഷിണ സുഡാനിൽ 79,000 പേരും 5ാം ഘട്ടത്തിലായിരിക്കുമെന്നും പട്ടിണി നേരിടുമെന്നും പറയപ്പെടുന്നു. വലിയ ഭാഗങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ നിയന്ത്രിക്കുന്ന ഹെയ്തിയിൽ സംഘർഷം തുടരുന്ന സാഹചര്യം ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ എൽ നീനോ പ്രതിഭാസം 2024 തുടക്കത്തിൽ ഉയർന്നു വന്നപ്പോൾ കിഴക്കൻ ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കവും മോശം മഴയും ദക്ഷിണാഫ്രിക്കയിലെ പ്രത്യേകിച്ച് മലാവി, സാംബിയ, സിംബാബ്വെ എന്നിവിടങ്ങളിലെ വരൾച്ചയും ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു. ഈ പ്രതിസന്ധി വർഷം മുഴുവനും പ്രകടമാകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 12 മാസമായി തുടരുന്ന സംഘർഷങ്ങൾ ആഗോളതലത്തിൽ ഭയാനകമായ സാഹചര്യം സൃഷ്ടിക്കുന്നതായും ലോകത്ത് കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നതായും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് റിപ്പോർട്ടിന്റെ മുഖവുരയിൽ എഴുതി. ഏറ്റവും കൂടുതൽ ആളുകൾ വിനാശകരമായ പട്ടിണി നേരിടുന്ന ഗാസ മുനമ്പിലെ സംഘർഷം ഗുട്ടറസ് എടുത്തു കാണിച്ചു. റിപ്പോർട്ട് അനുസരിച്ച് 39 രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമായി 36 ദശലക്ഷത്തിലധികം ആളുകൾ കടുത്ത പട്ടിണി അടിയന്തരാവസ്ഥ നേരിടുന്നു. 2022 ശേഷം പട്ടിണി നേരിടുന്ന ആളുകളുടെ എണ്ണം 1 ദശലക്ഷത്തിലേറെ വർദ്ധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ചീഫ് ഇക്കണോമിസ്റ്റ് ആരിഫ് ഹുസൈൻ പറഞ്ഞതനുസരിച്ച് 2016 മുതൽ എല്ലാ വർഷവും ഭക്ഷ്യസുരക്ഷയില്ലാത്ത ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കൂടാതെ ഇപ്പോൾ ഈ എണ്ണം COVID-19 പാൻഡമിക്കിന് മുൻപുള്ളതിന്റെ ഇരട്ടിയിലധികമാണ്. നിലവിലെ റിപ്പോർട്ട് 59 രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുള്ളവരുള്ള 73 രാജ്യങ്ങളിൽ നിന്നുള്ള ഡേറ്റ നേടുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് ആരിഫ് ഹുസൈൻ പറയുന്നു. ഭക്ഷ്യവിതരണ സംവിധാനങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനിടയിൽ വിശപ്പിന്റെയും പോഷകാഹാരക്കുറവിന്റെയും അടിസ്ഥാന കാരണങ്ങളെ അഭിസംബോധന ചെയ്യുന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലുകളോട് അടിയന്തര പ്രതികരണം വേണമെന്ന് സെക്രട്ടറി ജനറൽ ഗുട്ടറസ് ലോകത്തോട് ആവശ്യപ്പെട്ടു. ഫണ്ടും ആവശ്യങ്ങൾക്ക് അനുസൃതമായല്ല എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഫുഡ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ നെറ്റ്വർക്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് UN ഏജൻസികൾ, പ്രാദേശിക ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ, യൂറോപ്യൻ യൂണിയൻ, US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, സാങ്കേതിക സംഘടനകൾ എന്നിവയുൾപ്പെടെ 16 പങ്കാളികളുടെ സഹകരണത്തെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്.